യമുനാനിക്കല്ല, ഞാൻ പാഞ്ചാലിയാനിക്കായിരുന്നു. പാഞ്ചാലി ഒരു അനുഭവം പറയാവോ? അങ്ങനെ ഇതുവരായിട്ടും പുള്ളി അങ്ങനെ വന്നിട്ടില്ല. എന്നാലും എനിക്കൊരു അമ്മയുടെ യമുന എന്നാണ്. ഞാനിവിടെ ശിവേലിക്ക് കരിവിലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്നും ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ചോറ്റാനിക്കയുടെ മണ്ണിലാണ്. വളരെ സന്തോഷമുണ്ട്. ഈ ഒരു സുന്ദരി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ, താരസുന്ദരി എന്നെങ്കിലും വേണമെങ്കിൽ പറയാം. സൂര്യകാലടി മലയിൽ നിന്നും ഒരു പട്ടം നേടിയ എന്താ പറയണ്ടേ, മാതംഗ മഹേശ്വരി, നമ്മുടെ സ്വന്തം എന്താണ് തോട്ടേക്കാട് യമുനയോടൊപ്പമാണ് ഞാൻ ഇവിടെ ഉള്ളത്. വിഷ്ണു അല്ലെ? വിഷ്ണുവിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാനുണ്ട്. നമുക്ക് കുറച്ച് കൂടുതലും നമുക്ക് ആൾക്കാരിലേക്ക് യമുനയെ എത്തിപ്പെടണം. ഇപ്പൊ ഒരു 6 മാസമായില്ലേ ഇവിടെ വന്നിട്ട്? 6 മാസമായി വന്നത്. അപ്പൊ ചോറ്റാനിക്കര അമ്മയുടെ സീത പോയതിനു ശേഷം ചോറ്റാനിക്കര അമ്മയ്ക്ക് പ്രിയങ്കരിയായി ഇപ്പൊ യമുന മാറിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കാണ്, എങ്ങനെയുണ്ട് യമുനയുമായിട്ടുള്ള ഈ ഒരു ബന്ധം? കുഴപ്പമൊന്നുമില്ല, ശല്യമില്ലാത്തതുകൊണ്ട് സമാധാനമായിട്ട് പോകുന്നു. ഇവിടെ ആയതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് സമാധാനമായിട്ട് പോകുന്നു. യമുനയിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? വിഷ്ണു യമുനയിലേക്കുള്ള വിഷ്ണുവിന്റെ ആ ഒരു ജേർണി എന്താണ്? ഞാൻ യമുനാനിക്കല്ല, ഞാൻ പാഞ്ചാലിയാനിക്കായിരുന്നു. പാഞ്ചാലി അങ്ങനെ വന്ന് ഈ ആന വേറെ രാജ് എന്ന് പറഞ്ഞ ഒരാളാണ് കയറിക്കൊണ്ട് പുള്ളിയെ കൊണ്ട് ആനയെ കെട്ടിച്ച് അങ്ങനെ പുള്ളി ഒഴിവാക്കി കഴിഞ്ഞിട്ട് എന്റെ ആശാൻ തന്നെയാണ് ആന അഴിച്ചത്. ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പുള്ളി ഞാനും. ആശാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ്? അനീഷ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. എത്ര വർഷമായി ഒരു ആനപ്പണിയിൽ വിഷ്ണു വന്നിട്ട്? 8-9 വർഷമായി. അപ്പൊ ആദ്യം വിഷ്ണു ഇരുന്ന ആന ഏതാണ്? ചങ്ങനാശ്ശേരി പെരുന്ന അമ്പലത്തിലെ ശ്രീവള്ളി എന്ന് പറയുന്ന ആനയാണ്. ശ്രീവള്ളിയിൽ നിന്നാണോ യമുനയിലേക്ക് എത്തിയത്? കുഞ്ഞുലക്ഷ്മി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞുലക്ഷ്മി, ശ്രീവള്ളി, അവരും യമുനയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ആള് ശാന്തയാണ്. വേറെ ശല്യമോ മറ്റുള്ളവരോട് ശല്യത്തിനോ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എഴുന്നള്ളി വിജിട്ടയായാലും എല്ലാം പറയും പോലെ എല്ലാം കേൾക്കും. യമുനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു 5 കാര്യം പറയാവോ? ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇതുപോലെ എവിടെങ്കിലും നിക്കണം ഫ്രീ ആയിട്ട്. ഞാൻ കണ്ടു ഇപ്പൊ മെയിൻ പോലെ എന്താ പറയണ്ടേ, നമ്മുടെ പൈക്കിടാവൊക്കെ മെയിൻ പോലെ ആളെങ്ങനെ കൂളായിട്ട് വരുന്നത്. അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഫ്രീ ആക്കി വിടുവാണെങ്കിൽ വിളിക്കുന്നിടത്തുണ്ടെന്നാലും ഫ്രീ സമാധാനത്തോടുകൂടി പൊക്കോളും. അപ്പൊ എന്താണ് ഇഷ്ടാനിഷ്ടങ്ങൾ, ഇഷ്ടമില്ലായ്മ എന്താണ് ആൾക്ക്? എന്താണ് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് പുള്ളിയെ കയറി പിച്ചാൻ പോകുന്ന ബുദ്ധിമുട്ടാണ്. പുറകിൽ തട്ടുന്നത് ഇഷ്ടമല്ല ആൾക്ക്. എന്തെങ്കിലും ഒരു അനുഭവം പറയാവോ? അങ്ങനെ ഒരു ഇഷ്ടാനിഷ്ടമില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ഒരു അനുഭവം പറയാവോ? ഇതുവരായിട്ടും പുള്ളി അങ്ങനെ വന്നിട്ടില്ല. എന്നാലും ഒരു 30 വയസ്സാവുന്നു. അപ്പൊ ഒരു കൊച്ചു സുന്ദരിയാണ്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, കുട്ടികളെയൊക്കെ ഇഷ്ടമാണോ? കുട്ടികളെ അങ്ങനെയുള്ള വളരെ ഇഷ്ടമാണ്. വേറെ പ്രശ്നക്കാരിയല്ല. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ആൾക്ക്? ഫുഡ് പുള്ളിക്ക് മുട്ടായി ഐറ്റംസ് ആണ് ഇഷ്ടം. ഇപ്പോ എന്താ പറയണ്ടേ, തോട്ടക്കാട് യമുന എന്നുള്ള ടൈറ്റിലാണ് ആളിരുന്നത്. ഇപ്പൊ ചോറ്റാനിക്കര അമ്മയുടെ യമുനയായി മാറിയിരിക്കുന്നു. നമുക്ക് ആ ടാഗ്ലൈൻ ഉണ്ടെങ്കിലും നമ്മളിപ്പോ അറിയുന്നത് ചോറ്റാനിക്കര അമ്മയുടെ യമുന എന്നാണ്. ഞാനിവിടെ ശിവേലിക്ക് എഴുന്നള്ളിച്ച് മുമ്പേ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നിന്നും ഇതിലോട്ടുള്ള ഒരു മാറ്റം എന്താണ്? അവിടെ ഇരുന്നിട്ട് ഈ ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം, വിഷ്ണുവിനും യമുനയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു മാറ്റം? അങ്ങനെ വലിയ അറിവോ ഞങ്ങളായാലും ആനയായാലും പ്രത്യേകിച്ച് ആനയായാലും ആർക്കും അറിവില്ല. വന്നു കഴിഞ്ഞപ്പോ എല്ലാരും അറിയാൻ തുടങ്ങി ഈ ആന ഏതാണ് ഓരോരുത്തർ വന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അങ്ങനെ അറിഞ്ഞു തുടങ്ങി. ഏകദേശം എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാനെന്നാൽ കൂടിയും ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്ന സമയത്താണ് യമുനയെ യാദൃശ്ചികമായിട്ട് കാണുന്നത്. അപ്പോ ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ ഈ ആന ഏതാണെന്ന് തിരക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് മുകളിലിരിക്കുന്ന കക്ഷി ഞാൻ എന്റെ ഇതിലോട്ട് മെസ്സേജ് അയക്കുകയും അപ്പൊ ഞാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. കാരണം ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ ഞാൻ സ്ഥിരം തിരുവനന്തപുരത്തുകാരിയാണെങ്കിലും സ്ഥിരം വിസിറ്റർ ആണ്. അപ്പൊ ഇവിടെ എന്താ പറയുക, താരസുന്ദരി എന്നൊരു ടാഗ്ലൈൻ ഉണ്ട് ആളിന്. പിടിയാനകളുടെ താരസുന്ദരിയാണ് യമുന കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അഴക് കൊണ്ടും കണ്ണ് കണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. കണ്ണിന്റെ ഒരു വ്യൂ കാണിക്കുന്നതായിരിക്കും. കണ്ണ് ഭയങ്കര ഭംഗി ആളിന്റെ, നല്ല രസമാണ് കണ്ണ് കാണാനായിട്ട്. ഞാനൊരു പിടിയാനകൾ കണ്ടിട്ടുണ്ടെങ്കിലും ആളിന്റെ കണ്ണും കൺപീലിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്കും എന്താ പറയുക, തിരുവനന്തപുരത്തല്ല, നമ്മുടെ കേരളത്തിലൊരു സുന്ദരിയായിട്ട് മാറും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കൊച്ചൊരു സുന്ദരിയാണ്. അപ്പോ ഒരു എന്താ പറയണ്ടേ, എന്തായാലും ഭയങ്കര രസമായിട്ട് ഇയാളെ കാണാൻ. എത്ര വർഷമായി യമുനയില്? 4 കൊല്ലമായിട്ട് യമുനയിലാണ്. ഇപ്പൊ യമുന ആയിട്ടുള്ള ഈ ഒരു ബന്ധത്തില് മറക്കാനാവാത്ത ഒരു അനുഭവം പറയാവോ?
ഈ 4 വർഷത്തിനിടയിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും? വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. വിഷ്ണുവിന്റെ നാട് എവിടെയാണ്? പെരുന്ന. ഓക്കെ. എന്റെ വീടിന്റെ അപ്പുറം ആന കെട്ടിക്കൊണ്ട് രാവിലെ ഇതുപോലെ എനിക്ക് ആശുപത്രി പോയിട്ട് ഒരു ആനയുടെ ചിന്തയാണ്, എനിക്ക് തീറ്റ ആരെങ്കിലും കൊടുത്തോ ഇല്ലയോ. അന്ന് എന്റെ അമ്മയാ അടുത്ത് പോയി പട്ട വാരിട്ട് കൊടുക്കും, അടുത്ത് പോവുകയൊക്കെ. അങ്ങനെയുള്ളൊരു രാവിലെ വന്നെന്ന് പറഞ്ഞാലും ഞാനില്ലെങ്കിലും കൂട്ടത്തേക്ക് അയച്ചുകൊണ്ട് വരുന്നെങ്കിലും ആൾക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. നേരെ അടുക്കള ഭാഗത്തോട്ടും അമ്മയെ കാണും. അമ്മ എന്തെങ്കിലും കൊടുത്താലേ വീട്ടിൽ നിന്ന് പോകും. അയ്യോ, വിഷ്ണു പറഞ്ഞ നല്ലൊരു പോയിന്റ് ആണ്. കാരണം വിഷ്ണുവിന്റെ നാട്ടിലെ ആളെ കൊണ്ട് കെട്ടിയിട്ടപ്പോ ആൾക്കുണ്ടായ അനുഭവമാണ്. കാരണം വിഷ്ണുവിന്റെ അമ്മയായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, കാരണം അടുക്കളയിലെ പുറകിലേക്ക് ചെല്ലുക, അമ്മയെ കാണുക, അമ്മ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക. അപ്പൊ വിഷ്ണുവിന്റെ അമ്മയായിട്ട് നമ്മുടെ യമുനക്കുട്ടിക്ക് നല്ലൊരു ബന്ധം, ആത്മബന്ധമുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. കാരണം അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആ ഒരു ആത്മബന്ധം നമ്മൾ പലരിലും കാണാറുണ്ട്. ഞാനിട്ട ഒരു നായയും ഒരു ആനയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് അത് എന്താ പറയുക സ്വീകരിച്ചു. അതുപോലെ വിഷ്ണുവിന്റെ അമ്മ ഇവിടെ ഇല്ല, നമുക്കൊരു ദിവസം എന്തായാലും കാണാം. എന്തായാലും വിഷ്ണുവിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ യമുനയും അമ്മയും തമ്മിലുള്ള ആ ബന്ധം ഞാനിപ്പോ അത് പറയാണ്. വിഷ്ണു അത് പറഞ്ഞപ്പോൾ തന്നെ വിഷ്ണുവിന്റെ മനസ്സിലുള്ള ആ ഒരു ഇമോഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വിഷ്ണുവിന്റെ അമ്മയുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ് വിഷ്ണുവിന് ഓർത്തിരിക്കുന്ന ഈ 4 വർഷത്തില് യമുനയുമായിട്ടുള്ള ഒരു സന്തോഷകരമായ ഒരു നിമിഷം പറയാൻ പറഞ്ഞാൽ വിഷ്ണു പറയും വിഷ്ണുവിന്റെ അമ്മയും നമ്മുടെ യമുനക്കുട്ടിയായിട്ടുള്ള ആ ഒരു ബന്ധം തന്നെയാണ്. അതിന് ഒന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഇനിയിപ്പോ സുഖചികിത്സ ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ എന്താണ് യമുനയ്ക്ക് കൊടുക്കുന്ന ആ ഒരു സുഖചികിത്സ? എത്ര ദിവസത്തെ ചികിത്സയായിരിക്കും യമുനയ്ക്ക് ഉണ്ടാവുക? 10-15 ദിവസത്തെ. മുതലാളിമായി പാരി കൊണ്ട് തന്നു, ഇനി പിന്നെ അവര് മരുന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് അതെ വരാന്ന് പറഞ്ഞു. ഒന്ന് തുടങ്ങുമ്പോഴത്തേക്കോട്ട് എന്താണ് നിങ്ങളുടെ മുതലാളി അവരെ പറ്റി എന്താണ് പറയാനുള്ളത്? യമുന അവരുടെ പൊന്നോമനയാണ്, ഇപ്പൊ നിങ്ങളുടെ മകളാണ്. അപ്പൊ എന്താണ് പറയാനുള്ളത്? അവരെ കൊണ്ട് കുഴപ്പമില്ല, അവർക്ക് കാര്യങ്ങൾ നടക്കണം. ഇപ്പൊ അവര് വന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളായാലും മുതലാളിക്കായാലും പുള്ളി അച്ഛനായാലും ആരും കയറി ചെല്ലാൻ പിടിക്കാൻ വേറെ ഒരു പ്രശ്നമില്ല, ഒരു കുറുമ്പുമില്ല അല്ലേ? കുഴപ്പമില്ല. ഇടയ്ക്ക് നടന്നു പോകുന്ന കൂട്ടത്തിൽ എന്തേലും അവിടെ നിന്ന് കളിക്കുകയില്ല, നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ കണ്ടുപിടിക്കാൻ. അല്ല, ഇപ്പൊ വിഷ്ണു ഇപ്പം ഒരു കൊച്ചുകുട്ടിയാണ്. യമുന എന്ന് പറയുമ്പോ ഒരു 30 വയസ്സ്, അപ്പൊ ഒരു കുഞ്ഞാണ്. അപ്പൊ ഈ കുഞ്ഞു കുട്ടികൾക്കുള്ളൊരു സ്വഭാവമുണ്ട്. നമ്മള് ആനയുടെ അടുത്തേക്ക് വരുമ്പോ ഇവൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലായ്മ കാണും. അപ്പോ നമുക്ക് പുറത്ത് ഓഡിയൻസിന് കൊടുക്കാനുള്ളതാണ്. ഇപ്പൊ ചോറ്റാനിക്കര എന്ന് പറയുന്ന വലിയൊരു അമ്പലത്തിലാണ് ആള് നിൽക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നിൽക്കുമ്പോ ചിലപ്പോ കൊച്ചുകുട്ടികൾക്ക് ചില ആൾക്കാരൊക്കെ ഓടി വന്ന് ആനയെ തൊടാറും എടുക്കാറുണ്ട്. അപ്പം അത് എന്താണ് പുറത്തോട്ട് കൊടുക്കാനുള്ള ഒരു അവയർനെസ് എന്താണ്? അവരെന്ത് പാലിക്കണം യമുനയുടെ അടുത്ത് വരുമ്പോ? ആനടുത്ത് ശ്രദ്ധിച്ച് വരുമ്പോഴത്തേക്ക് ഒന്ന് പാപ്പന്മാരുണ്ട്, അവരോട് ചോദിക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് വല്ലതും കഴിഞ്ഞിട്ട് ആന എന്തെങ്കിലും ചിലപ്പം അവരുള്ള ദേശീയ അറിയില്ല, ചിലപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള അമ്പലങ്ങളിൽ നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ടാവും. നമ്മളെ അടിച്ചുകളെ വിളിക്കുകയും ആ ഒരു പരിപാടി മുടങ്ങി ആനയ്ക്കും ദോഷം ചെയ്യും, നിങ്ങൾക്കും ദോഷം ചെയ്യും. അല്ല, കാരണം കൊമ്പുള്ള ആനയെന്ന് കേൾക്കുമ്പോൾ, കൊമ്പനാനെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ചെറിയൊരു ഭയമുണ്ട്. പിടിയാനെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഭയം പൊതുവെ കുറവാണ്. അപ്പൊ അവര് വിചാരിക്കും ഇത് കൊമ്പില്ലല്ലോ, കുത്തത്തില്ലല്ലോ, ഇടിക്കത്തില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത പൊതുവെ അവരിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. കാരണം പറയാനുള്ളത് കൊമ്പനാന മാത്രമല്ല, പിടിയാനിന്റെ അടുത്ത് വരുമ്പോഴും പാപ്പാന്മാര് പറയുന്ന, ഞാൻ എപ്പോഴും പറയും പോലെ പാപ്പാൻ പറയുന്ന ആ റെസ്ട്രിക്ഷൻസ് പാലിച്ച് മാത്രമേ ആനയുടെ അടുത്ത് പോകാവൂ. അവരില്ലാതെ തീറ്റ കൊടുക്കാനോ അങ്ങനെയൊന്നും ഓടിച്ചെന്ന് കളയരുത്. ഇപ്പൊ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആനയ്ക്ക് ചിലപ്പോൾ ആ ഒരു സ്മെല്ലിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ നമുക്ക് ദൂരെ നിന്ന് ചിലപ്പം ആന തീറ്റ ഓട്ടോമാറ്റിക്കലി ചോദിക്കും. പക്ഷെ അതുപോലെ അല്ല, പെട്ടെന്ന് ഓടി വന്ന് ഇവരെ കാണാതെ പെട്ടെന്ന് തീറ്റ കൊടുക്കാനുള്ള ആ ടെൻഡൻസി വേണ്ട. കാരണം എപ്പോഴും എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ഇരിക്കത്തില്ല. അപ്പൊ എപ്പോഴും കൊമ്പനല്ലെങ്കിലും പിടിയാനകൾക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും വിഷ്ണു പറഞ്ഞ പോലെ നിങ്ങൾ പാലിക്കണം. പിന്നെ എന്താണ് അവിടെ നിന്നതിൽ നിന്നും ആള് ഇവിടെ എത്തിയപ്പോ എന്തെങ്കിലും സ്വഭാവത്തിൽ മാറ്റം വന്നോ? ഇപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ടൈമിൽ ഇവിടെ വന്ന് പരിപാടിയൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഉത്സവം, ഇതാണ് നടത്തുന്നത് അല്ലേ? അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണി സവാരി എഴുന്നള്ളിപ്പ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ
ഞാൻ വിഷ്ണുവിനോട് ഒരു ക്വസ്റ്റ്യൻ ഇതിനിടയിൽ ചോദിക്കുകയാണ്. ഇപ്പോ ഈ 2 കാലും ഇങ്ങനെ ചങ്ങലയിൽ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മുമ്പിട്ടൊരു വീഡിയോ അത് അത്യാവശ്യം ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ്. പക്ഷെ അതിൽ ആനയ്ക്ക് ഇതുപോലെ ഒരു ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം എന്തുകൊണ്ട് ഇടുന്നു. പക്ഷെ പുറത്തെ ഓഡിയൻസ് പറയുന്നത് ഇത് ആനയെ ഉപദ്രവിക്കാനാണ്, ആനയെ കൊലക്ക് കൊടുക്കാനാണ്, എന്തിനാ മിണ്ടാപ്രാണി കെട്ടിയിട്ടിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ വിഷ്ണുവിന് എന്താണ് ഈ 2 ചങ്ങലകളെ പറ്റി വിഷ്ണുവിന് എന്താണ് പറയാനുള്ളത്? ആൾക്കാരുടെ സേഫ്റ്റി അതിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ട് ഇടകൂട്ടി നിർത്തുന്നത്. എല്ലാ ആളുകളെയും ഇടകൂട്ടി നിർത്താറുണ്ട്. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ട്, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ട്. അവരാരെങ്കിലും വന്ന് തൊട്ട് ആന ഒന്ന് ചാടിപ്പോയി കഴിഞ്ഞാൽ ഇതുള്ള കാരണം വലിയ സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പം അത് ഇത് കൂട്ടാതെ തന്നെ ചുമ്മാ നിർത്തി ഫ്രീ ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ അത് ചാടുന്ന കൂട്ടി എത്ര ആൾക്കാർ പോയി ആനക്കാരന്റെ കുറ്റമായി അങ്ങനെയുള്ള സംസാരങ്ങൾ വരും. നമ്മൾ നേരത്തെ മുൻകരുതലാണ് നമ്മൾ ഇടകൂട്ടി ആനയെ നിർത്താറുണ്ട്. അപ്പൊ നിങ്ങൾ ഇടകൂട്ടി ആനയിട്ടിരുന്ന ആനയെ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ ഇട്ടു, നിങ്ങൾ എല്ലാരും കണ്ടു. അതിന് നിങ്ങൾ എല്ലാരും കൂടി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ആനയെ ഉപദ്രവിക്കുന്നത്, എന്തിനാണ് അങ്ങനെ മിണ്ടാപ്രാണിയെ കെട്ടിയിടുന്നുള്ളത്. അത് വേറൊന്നുമല്ല, ഇതിന് ഇടകൂട്ടുക എന്നാണ് പറയുന്നത്, വേറൊന്നുമല്ല. എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ബന്ധനം ഇല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും തൊടുകയോ പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുകയോ പെട്ടെന്ന് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ആന ചാടാനോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ കറങ്ങാനോ എന്തെങ്കിലും ചെറിയൊരു സൗണ്ട് മതി ആനകൾക്ക്. അവര് ഞാൻ പറഞ്ഞില്ല വലിയ ജീവിയിൽ ഒരു കുഞ്ഞു മനസ്സാണ്. അപ്പൊ പെട്ടെന്ന് അനങ്ങുകയോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആന ചിലപ്പോൾ വട്ടം കൂടും, ചിലപ്പോൾ ചാടും, ചിലപ്പോൾ അടുത്ത ആൾ നിപ്പുണ്ടായിരിക്കും, ചിലപ്പോൾ ഓടിയ ആൾക്കാർ അടുത്ത് വരുന്ന സമയത്തായിരിക്കും. അപ്പൊ എന്തെങ്കിലും തട്ടാനോ മുട്ടാനോ ചാൻസ് ഉണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ പറയുന്നത് ഇവരെ കുറ്റം പറയും. അപ്പൊ ഈ ആനകൾക്ക് നമ്മൾ എല്ലാ പരിശീലനങ്ങളും കൊടുത്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആനകളെ നിർത്തേണ്ടടുത്ത് നമ്മൾ നിർത്തി അവരുടേതായ സുരക്ഷ പാലിച്ചുകൊണ്ടാണ് ഈ ചങ്ങലകളും ഇതൊന്നും ഒന്നും പിടിച്ചു കെട്ടി പൂട്ടിക്കെട്ടി ഇടുന്നതല്ല, അവരുടെ സുരക്ഷ മാത്രമാണ്, ഒരിക്കലും അവരെ ബന്ധനത്തിലാക്കുന്നതല്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം വിഷ്ണുവിനോടാണ് ആ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. കാരണം ഞാൻ ഇപ്പൊ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നു, പിന്നെ വീണ്ടും ഞാൻ ഇവിടെ കാണുമ്പോൾ ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആൾക്കാർ ചോദിക്കും. അപ്പൊ അമ്പലത്തിലായാലും ചോദിക്കാറുണ്ട്. അപ്പോഴേ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സേഫ്റ്റി ഞങ്ങളെ തട്ടിയിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ നേരമുണ്ട്. പക്ഷെ അതും പറ്റുന്നത് നമ്മളെ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, കൊമ്പനും പിടിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്, വ്യത്യാസം എന്താണ്? കൊമ്പനും പിടിയും തമ്മിൽ വിഷു കൊമ്പന്റെ കൂടെ നിന്നിട്ടുള്ള ആളല്ലേ? നിന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? എന്ത് പണിയുടെ കാര്യത്തിലും അല്ലാതെ പൊതുവെയുള്ള കാര്യങ്ങളിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? കൊമ്പനാനെ സംബന്ധിച്ച് അതിന് ഈ ചില ആളുകൾക്ക് ഇടക്കോള് അങ്ങനെയുള്ള ശിവരാത്രി ടൈമിലുള്ള സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ല. ഉണ്ട്, ചില ആനകളുണ്ട് ഒലിക്കുന്ന ആനയുണ്ട്. ഞാനിപ്പം റീസെന്റ് ആയിട്ട് അവര് 15 ദിവസം 20 ദിവസം ഒലിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ നല്ല ഒലിവുള്ള ആനകളാണ്. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. സ്വഭാവത്തിൽ എന്താണ് വ്യത്യാസം പിടിയാനയും കൊമ്പനും തമ്മിൽ? കൊമ്പനാനെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സൂചനകളും തരും, പക്ഷെ പിടിയാനോ ഒന്നും തരില്ല. അങ്ങനെ ഒന്നും കൊമ്പനാൻ എന്തെങ്കിലും സൂചന കൊടുക്കാറുണ്ട്, പക്ഷെ പിടിയാൻ അങ്ങനെ സൂചനയൊന്നും തരാറില്ല. കാരണം ഇടാനായിട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു സൂചനകൾ ചില പിടിയാനുകളുണ്ട്, കൈ തുണിക്കൈ ചവിട്ടി കാണിക്കുക. പിന്നെ ഈ കൈ ഇങ്ങനെ മീൻസ് തുമ്പിക്കൈയുടെ ഭാഗം ഇങ്ങനെ ഉരുട്ടി കാണിക്കാന്ന് പറയും, റൗണ്ട് ചെയ്ത് കാണിക്കാന്ന് പറയും. ഒമ്പനാനെ എന്തെങ്കിലും സൂചിക്കുക നമ്മളെ ചെറുതിനെ കാണിക്കാനും പിടിക്കുക അങ്ങനെ ഒന്നും മാറാം. അതെ, മനസ്സിലായി. സംബന്ധിച്ച് നമുക്ക് അതുപോലെ നടക്കത്തില്ല. പെട്ടെന്ന് അപ്പോ എന്താണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു ഇടപെടൽ യമുനയായിട്ട്? ഇവിടുത്തെ കമ്മിറ്റി ആയിരുന്നാലും നാട്ടുകാരായിരുന്നാലും വരുന്ന ഗസ്റ്റുകളായിരുന്നാലും ഒരുപാട് ഗസ്റ്റുകൾ വരുന്ന ഒരു അമ്പലമാണ്. അപ്പൊ എങ്ങനെയാണ് യമുനയായിട്ടുള്ള ഒരു ഇടപെടൽ? കാര്യമാണ്. വഴിയടിക്ക് പോകുമ്പോൾ ഫുഡൊക്കെ കൊടുക്കാറുണ്ടോ? ഗ്രൗണ്ടിനടുത്ത് കടയായാലും എല്ലാവരും നാട്ടുകാരായാലും എല്ലാവർക്കും ഭയങ്കര കാര്യം. ഞങ്ങളെല്ലാരും ഇതിന് മുന്നേ പാഞ്ചാലിയായിരുന്നു. പാഞ്ചാലി മാറിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിയത്. അതുകൊണ്ട് നമ്മുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് നാട്ടുകാർക്ക് അതല്ല ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം തോട്ടക്കാട് തറവാടിന് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ചോറ്റാനിക്കര അമ്മയുടെ സീതയ്ക്ക് ശേഷം യമുന വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സീതയുടെ ആ ഒരു 3-ാം വർഷ അനുസ്മരണവും കൂടെ ആനയൂട്ടും എങ്ങനെയുണ്ടായിരുന്നു? ഞാനില്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഫ്രണ്ടിലോട്ട് വരും. എങ്ങനെയുണ്ടായിരുന്നു ആനയൂട്ട്? കുഴപ്പമില്ലായിരുന്നു. ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ അടിപൊളിയായിരുന്നു അത്? പിന്നെ അവിടെ കൊണ്ടുപോയി പ്രതിമയുടെ അടുത്ത് കൊണ്ടുപോയി. എന്താണ് അവളെ പറ്റി പറയാൻ എന്താണുള്ളത്?
അതെന്ന് വെച്ചാൽ ആള് പൊതുവെ ശാന്തമാണ്. ആരോടും വലിയ കലവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഇന്റർവ്യൂവിൽ ആദ്യമായിട്ടാണ് എത്ര അടുത്ത് നിന്ന് സംസാരിക്കുന്നത്. ആള് പാവെന്ന് മനസ്സിലായിട്ടോ. കാരണം ഫ്രീ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര രസം. ആള് ഉല്ലസിച്ച് നടന്നു വരുന്ന ആളെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുക. ആണോ? അത് പൈക്കുട്ടിയാണോ? എനിക്ക് പൈക്കുട്ടിയായിട്ടാ നിന്നെ തോന്നിയേ. ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്നു ആണല്ലേ? അല്ല എവിടെ സംസാരിക്കുവായിരുന്നെങ്കിൽ അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നുന്നു. മൈക്കിന്റെ അടുത്തോട്ട് വരും. മൈക്ക് തിന്നാനാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആള് മൈക്കിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പൊ വേറെ നല്ല രീതിക്ക് നടന്നു അല്ലേ? ചടങ്ങൊക്കെ നല്ല രീതിക്ക് നടന്നു. അപ്പൊ നിങ്ങൾ എല്ലാരും ഭയങ്കര സന്തോഷം. അമ്മയുടെ ദാസി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അമ്മ വിഷ്ണു പാഞ്ചാലി മിസ് ചെയ്യുന്നുണ്ടോ? വിഷ്ണു പാഞ്ചാലി മിസ് ചെയ്യുന്നുണ്ട്.